മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ വന്നാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതിയായ ഇന്ത്യൻ രത്ന വ്യാപാരി മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തതായി സ്ഥിരീകരിച്ച് ബെൽജിയം. ശനിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തെന്നാണ് ബെൽജിയം സ്ഥിരീകരിച്ചത്. ബെൽജിയത്തിൽ നിന്ന് അറസ്റ്റിലായ ചോക്സിയെ കൈമാറണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ അപേക്ഷ നൽകിയതായി ബെൽജിയൻ ഫെഡറൽ പബ്ലിക് സർവീസ് ഓഫ് ജസ്റ്റിസ് സ്ഥിരീകരിച്ചു. ആരാണ് ചോക്സി? എന്താണ് ചോക്സിക്കെതിരായ കേസ്? അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് മെഹുൽ ചോക്സി. ഗീതാഞ്ജലി ഗ്രൂപ്പിന്റെ തലവനായ മെഹുൽ ചോക്സി നടത്തിയത് 1-2 കോടിയുടെ തട്ടിപ്പല്ല കേട്ടോ, 13,850 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആളാണ് മെഹുൽ ചോക്സി. ചോക്സിയുടെ ഗീതാഞ്ജലി ഗ്രൂപ്പിന്റെ തട്ടിപ്പ് 6,097 കോടിയാണ്. ഇദ്ദേഹത്തിന്റെ നീരവ് മോദിയായുള്ള കണക്ഷൻ നീരവ് മോദിയുടെ അങ്കിളാണ്, അമ്മാവനാണ്. ഇതാണ് മെഹുൽ ചോക്സിയുടെ ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഈ തട്ടിപ്പ് കേസിൽ മെഹുൽ ചോക്സി പിടിയിലാകുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നീരവ് മോദിയുടെ കമ്പനികളുടെ തട്ടിപ്പ് എന്ന് പറയുന്നത് 6,498 കോടിയാണ്. ഇക്കാര്യത്തിൽ അമ്മാവന്റെ ഇടപെടലുകൾ അത് വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. 2018 ഈ തട്ടിപ്പ് പുറത്തുവരുന്നത്. CBIയും EDയും ഒക്കെ ഇക്കാര്യത്തിൽ അന്വേഷണം തുടങ്ങി. അതിനുശേഷം മെഹുൽ ചോക്സിയുടെ അക്കൗണ്ടുകൾ 2019 മരവിപ്പിച്ചതാണ്, സ്വത്തുക്കൾ കണ്ടുകെട്ടിയതാണ്. അതിനുശേഷം കടന്നു കളഞ്ഞ മെഹുൽ ചോക്സി, ആ മെഹുൽ ചോക്സിയെയാണ് ഇപ്പോൾ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് കടന്നു കളഞ്ഞ ഈ മെഹുൽ ചോക്സിയാണ് ഇപ്പോൾ ബെൽജിയം അറസ്റ്റിലായി എന്ന് സ്ഥിരീകരിക്കുന്നത്. 2017 ആന്റിഗ്വ ആൻഡ് ബാർബുഡയുടെ പൗരത്വമാണ് എടുക്കുന്നത്. 2023 ബെൽജിയം എന്ന രാജ്യത്തും പൗരത്വം സ്വീകരിക്കുകയാണ് മെഹുൽ ചോക്സി. ഇപ്പോൾ അതേ ബെൽജിയത്തിൽ നിന്ന് അറസ്റ്റിലാവുകയാണ്. ഇന്ത്യയുടെ ആവശ്യത്തെ തുടർന്നാണ് ഈ അറസ്റ്റ് എന്നുള്ളത് ബെൽജിയം സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ മെഹുൽ ചോക്സിയെ ഇനി ഇന്ത്യക്ക് കൈമാറുമോ? അതടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്.